നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകരുടെ മാതാപിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എങ്കിൽ, അല്ലെങ്കിൽ തത്തുല്യ സർവീസിലോ ആണെങ്കിലോ ആയിരുന്നാലോ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. അപേക്ഷകനായ ഉദ്യോഗാർത്ഥിയുടെ അല്ലെങ്കിൽ സംവരണാർത്ഥിയുടെ അല്ലെങ്കിൽ അപേക്ഷകന്റെ മാതാപിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എങ്കിൽ, മാതാപിതാക്കൾ ഒരാളോ രണ്ടാളോ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എങ്കിൽ അവർ നേരിട്ട് സർക്കാർ സർവീസിൽ പ്രവേശിച്ച പദവിയെയാണ് പരിഗണിക്കുന്നത്. ഇനി അവർ ഉയർന്ന പോസ്റ്റിൽ റിട്ടയർ ചെയ്താലും അവർ സർവീസിൽ പ്രവേശിച്ച പദവിയാണ് പരിഗണിക്കുന്നത്. കൂടാതെ അവരുടെ സർവീസിൽ പ്രവേശിച്ച കാലത്തെ വരുമാനമോ നിലവിലെ വരുമാനമോ നിലവിലെ പദവിയോ അല്ല പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് അല്ല പരിഗണിക്കേണ്ടത്, അവരുടെ സർവീസ് സർട്ടിഫിക്കറ്റ് ആണ് പരിഗണിക്കേണ്ടത്. ഒന്നുകൂടി വിശദീകരിച്ച് വ്യക്തമായി പറയുകയാണ് എങ്കിൽ, അപേക്ഷകന്റെ മാതാപിതാക്കൾ ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 2 ഓഫീസറായിട്ടല്ല സർവീസിൽ പ്രവേശിച്ചത് എങ്കിൽ അവരുടെ മക്കൾക്ക് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്, അത് ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷകന്റെ മാതാപിതാക്കൾ ക്ലാസ് 3 ആയി പ്രവേശിച്ച് പ്രമോഷൻ വഴി ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 2 പദവിയിൽ എത്തിയാലും അവരുടെ മക്കൾക്ക് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നവരുടെ മാതാപിതാക്കൾ സർക്കാർ തത്തുല്യ സർവീസിലുള്ളവർ ആണ് എങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്.